പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ രാഹുലിന്റെ സുഹൃത്ത് രാജേഷിന് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകി. രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ചതും ബംഗളൂരുവിലേക്ക് കടക്കാൻ ഒത്താശ ചെയ്തതും രാജേഷ് ആണെന്നാണ് പോലീസ് പറയുന്നത്. കേസിലെ 4ാം പ്രതിയാണ് രാജേഷ്. ജർമ്മനിയിൽ നിന്ന് രാഹുൽ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. രാഹുലിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം ഇന്റർപോളിന്റെ സഹായം തേടി. ഇന്റർപോളിന്റെ ബ്ലൂ കോർണർ നോട്ടീസും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇന്ത്യയിലെയും വിദേശത്തെയും വിമാനത്താവളങ്ങളിൽ രാഹുലിനായി പരിശോധന കർശനമാക്കും. രാഹുൽ ജോലി ചെയ്യുന്ന ജർമ്മനിയിലെ സ്ഥാപനത്തിലും ഇന്റർപോളിന്റെ നോട്ടീസ് എത്തിയിട്ടുണ്ട്. രാഹുലിനെ വിദേശത്ത് കടക്കാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ രാജേഷിനെ അന്വേഷണ സംഘം ഒളിയിടം കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. രാഹുൽ പെൺകുട്ടിയെ മർദ്ദിക്കുമ്പോൾ സുഹൃത്ത് രാജേഷ് വീട്ടിലുണ്ടായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് ജർമ്മനിയിലേക്കും രാഹുൽ കടന്നുവെന്നാണ് രാജേഷിന്റെ മൊഴി. പ്രതി രാഹുലിനെ ഉടൻ നാട്ടിലെത്തിക്കണമെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടു. സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനത്തിൽ പ്രതി രാഹുൽ ഗോപാലിന്റെ അമ്മയെയും സഹോദരിയെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, കോഴിക്കോട്.